ഇപ്പോ പോയി ചെന്ന് ഫുഡ് വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോ പെയ്ഡ് വ്ളോഗിന് ചിലപ്പം ചില സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ പറയേണ്ടി വരും. ഇപ്പൊ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, കാരണം ഒന്നാമത്തെ കാര്യം റെസ്റ്റോറൻറ്റ്സ് ചെയ്യൽ ഞാൻ വളരെ കുറച്ചു. നമ്മൾ പ്രൊഡക്ട്സ് ആണ് കൂടുതലും പ്രൊമോഷൻ, പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള പോലെ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആകുമ്പോൾ നമുക്ക് ആ ഒരു റിസ്ക് ഇല്ല. മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. പിന്നെ കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. കാരണം നമ്മള് ഈ നേരത്തെ പലരും ആക്സിഡന്റൽ TV പ്രസന്റർ ആയെന്നൊക്കെ പറയുന്നത് ആക്സിഡന്റൽ വ്ളോഗറാണ്. വ്ളോഗിംഗ് എന്നുള്ള വാക്ക് എന്താണെന്ന് അറിയാണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ ഫുഡിന്റെ അന്ന് വ്ളോഗിംഗ് എന്നുള്ള വാക്ക് പോലും അറിയില്ല. ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഓൾമോസ്റ്റ് 9 years ആയി. അന്ന് നമുക്ക് വ്ളോഗിംഗ് എന്നുള്ള വാക്ക് അറിയില്ല. നമ്മളിപ്പോൾ ആക്സിഡന്റലി ഫുഡിന്റെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്തു നമ്മുടെ ഫോട്ടോ ഇടുന്നേക്കാൾ കൂടുതൽ ലൈക്ക് പൊറോട്ടക്കും ബീഫിനോ. അപ്പോഴാണ് ഇതിനോട് ആളുകൾക്ക് ഇത്രയും താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. കൊച്ചിയിൽ ഏറ്റവും നല്ല പൊറോട്ടയും ബീഫും കിട്ടുന്ന സ്ഥലം പറ. ഒറ്റടിക്കൊക്കെ ചോദിച്ചാൽ പറയുന്നത് കൺഫ്യൂഷൻ ആയിട്ട് നമ്മൾ ആർക്കും ഫ്രീ പ്രൊമോഷൻ കൊടുക്കണ്ട.